നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും ബി പോസിറ്റീവിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. എന്നത്തെയും പോലെ തന്നെ ഇന്നും വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ഇന്ന് എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഒരുപാട് നോവലിസ്റ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് എഴുത്തുകാരുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു മഹത്തായിട്ടുള്ള എടുത്തു പറയേണ്ട ഒരു എഴുത്തുകാരൻ തന്നെയാണ് ചാൾസ് ഡിക്കൻസ്. അദ്ദേഹം ജനിച്ച ദിവസമാണ് ഇന്ന്. 1812 ഫെബ്രുവരി 7 അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ രചനകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ രചനയായിരുന്നു ദ പിക്വിക്. അപ്പോൾ അതിലാണ് അദ്ദേഹത്തിന്റെ എന്താ പറയുക സാഹിത്യ രചനയിലേക്കുള്ള ഒരു തുടക്കം എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന്റെ ഒരു രീതി പറയുകയാണെങ്കിൽ സാമൂഹിക പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു തീമായിട്ട് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന് സമ്മാനിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു പാട്ട് കേട്ട് ഇന്നത്തെ ദിവസം തുടങ്ങാം അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് കാണാം. ശുഭസംഗീതം. ശ്യാമസംഗീതം അലയടിച്ചുയരുന്ന സാഗര തീരത്ത് നിൽക്കുമ്പോൾ ശ്യാമസംഗീതം അലയടിച്ചുയരുന്ന സാഗര തീരത്ത് നിൽക്കുമ്പോൾ ശ്യാമാംബരത്തേരാകിലമാക്കിയ ശ്യാമാംബരത്തേരാകിലമാക്കിയ സ്നേഹസ്വരങ്ങൾ പൊഴിയുകയായെന്നിൽ സ്വാതിസ്വരങ്ങളായി നിറയുകയായി സാമസംഗീതം അലയടിച്ചുയരുന്ന സാഗര തീരത്ത് നിൽക്കുമ്പോൾ പ്രണവം ചൊരിയുന്ന ആനന്ദലഹരിയിൽ പ്രിയകാമിനീവൾ സുഖമഗീതം പ്രണവം ചൊരിയുന്ന ആനന്ദലഹരിയിൽ പ്രിയകാമിനീവൾ സുഖമഗീതം ആത്മാവിലുണരുന്ന അനുഭൂതികളിൽ ആത്മാവിലുണരുന്ന അനുഭൂതികളിൽ അനുപമ സുന്ദരമി സാമഗാനം അനുരാഗഗംഗ പോൽ ഒഴുകിടുന്നു അനുരാഗഗംഗ പോൽ ഒഴുകിടുന്നു സാമസംഗീതം അലയടിച്ചുയരുന്ന സാഗര തീരത്ത് നിൽക്കുമ്പോൾ നാദസുമങ്ങൾ സ്വരമായി വിടരുമ്പോൾ മധുനുകരാനണയും രാഗങ്ങളെ നാദസുമങ്ങൾ സ്വരമായി വിടരുമ്പോൾ മധുനുകരാനണയും രാഗങ്ങളെ ത്യാഗരാജനന്ദിനി നീ മായാമോഹിനി ത്യാഗരാജനന്ദിനി നീ മായാമോഹിനി സുഗന്ധം തൂകി വരും രൂപവതി സാമവേദ സായുജ്യം സംഗീതം സാമവേദ സായുജ്യം സംഗീതം സാമസംഗീതം അലയടിച്ചുയരുന്ന സാഗര തീരത്ത് നിൽക്കുമ്പോൾ ശ്യാമാംബരത്തേരാകിലമാക്കിയ ശ്യാമ
ആത്മസങ്കേതം അലയടിച്ചുയരുന്ന സാഗരതീരത്ത് നിൽക്കുമ്പോൾ. ചരിത്ര സത്യങ്ങളെ വിരൽ ചൂണ്ടുന്ന പരിപാടിയാണ് അടുത്തത്. കാണാം ചരിത്രത്തിൽ ഇന്ന്. രോഗങ്ങളെ എങ്ങനെ ശുശ്രൂഷിക്കണം എന്ന് പറയുന്ന ഒരു സെഗ്മെന്റാണ് ഈ നമുക്ക് വരാൻ പോകുന്നത്. നമുക്ക് കാണാം ഡോക്ടർ മാർത്താണ്ഡ പിള്ള അവതരിപ്പിക്കുന്ന ഫാമിലി ഡോക്ടർ. ഫാമിലി ഡോക്ടർ പരിപാടിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. അപസ്മാര രോഗം പൊതുവെ മറ്റുള്ള രോഗത്തെക്കാളുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. കാരണം ഈ രോഗലക്ഷണം തന്നെ പെട്ടെന്ന് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തി പെട്ടെന്ന് അബോധാവസ്ഥയിൽ താഴെ വീഴുന്നു. പിന്നെ പിടയ്ക്കുന്ന പോലെ കൈയും കാലും ഒക്കെ ഇട്ടടിക്കുകയും വായിൽ നിന്ന് നൊരയും പതയും വരികയും മലമൂത്ര വിസർജനം തന്നെ ചിലപ്പോൾ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാകുകയും അത് കണ്ടു നിൽക്കുന്നവർക്ക് അത് ഒരു ഭീകരത്വം മനസ്സിൽ നിന്ന് മാറാത്ത വിധത്തിലുള്ള ഒരു തോന്നൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. ഇത് വന്നു കഴിയുമ്പോൾ തന്നെ കൂടെയുള്ളവർ, സഹപ്രവർത്തകരാണെങ്കിലും സഹപാഠികളാണെങ്കിലും ഒക്കെ തന്നെ പിന്നീട് ആ വ്യക്തിയെ ഒരു വ്യത്യാസമായിട്ട് നോക്കാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. ആ വ്യക്തിയെ തന്നെ കൂടെ കൊണ്ട് നടക്കാനും തന്നെ പേടിയായിരിക്കും, ഇതുപോലെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം എന്നുള്ളത്. അപ്പം അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അതേ സമയത്ത് നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു രോഗം തന്നെയാണ്. അപ്പോൾ ഇത് ചെറിയ രോഗലക്ഷണങ്ങൾ വരുമ്പോൾ തന്നെ അത് രോഗനിർണയം നടത്തുകയും തക്കതായിട്ടുള്ള മരുന്നുകൾ കൊണ്ട് നിയന്ത്രിക്കുകയും ചെയ്യേണ്ടതും വളരെ ആവശ്യമാണ്. ഈ രോഗം എല്ലാ പ്രായത്തിലുള്ളവരെയും ബാധിക്കാവുന്നതാണ്. ജനിച്ച് താഴെ വീഴുന്ന ആ പ്രായം മുതൽ ജീവിച്ചിരിക്കുന്ന ഏത് പ്രായത്തിലും എപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാവുന്നതാണ്. അപ്പോൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ ഇതുപോലെ ഉണ്ടാകുന്നത് ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ തലച്ചോറിൻ്റെ വളർച്ചയിൽ പ്രശ്നങ്ങൾ വരുന്നു. അതല്ലെങ്കിൽ തലച്ചോറിന് അണുബാധ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ തലച്ചോറിൻ്റെ രക്തസഞ്ചാരം കുറയുന്നു. ഇങ്ങനെയുള്ള പല കാരണങ്ങളുകൊണ്ട് തലച്ചോറിൻ്റെ വളർച്ചയിൽ വൈകല്യങ്ങൾ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ തലച്ചോറിനെ ബാധിക്കുന്ന അണുബാധ കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെ ഇത് വരാം. ഈ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടാകുന്നത് നമുക്ക് മാറ്റിയെടുക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ മാനസിക വികാസത്തിനും വളർച്ചയ്ക്കും ശാരീരിക വളർച്ചയ്ക്കും പഠനത്തിനും ഒക്കെ തന്നെ താമസവും വൈകല്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രായം കൂടുന്തോറും പിന്നെയും വേറെ പല കാരണങ്ങൾ കൊണ്ടും ഇത് സംഭവിക്കാം. ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ചെവിയിൽ പഴുപ്പ് വന്നിട്ട് തലച്ചോറ് പഴുപ്പ് വ്യാപിക്കുന്നതുകൊണ്ട്, TB കൊണ്ടാകാം, ഫംഗസ് കൊണ്ടാകാം, ബാക്ടീരിയ കൊണ്ടാകാം, അങ്ങനെയുള്ള ഏത് അണുബാധ കൊണ്ടും അതുണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തലയിൽ വരുന്ന മുഴകൾ കൊണ്ടായിരിക്കാം. കുറെ കൂടെ പ്രായം കഴിയുമ്പോൾ പിന്നെ പ്രധാന കാരണം എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ മുഴയും പിന്നീട് തലച്ചോറിൻ്റെ രക്തസഞ്ചാരം കുറയുന്നതുകൊണ്ടും തലച്ചോറിൻ്റെ രക്തക്കുഴൽ പൊട്ടി രക്തസ്രാവം ഉണ്ടാകുന്നതുകൊണ്ടും ഒക്കെ ഇതുപോലുള്ള കാരണങ്ങളാണ്. പിന്നീട് ഒരു വാർദ്ധക്യ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്നത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തലച്ചോറിനെ ബാധിക്കുമ്പോൾ, അതല്ലെങ്കിൽ തലച്ചോറിൻ്റെ രക്തസഞ്ചാരം കുറയുമ്പോൾ, തലച്ചോറ് തന്നെ ദ്രവിക്കുന്നത് കൊണ്ട്, പല കാരണങ്ങളുകൊണ്ടും ദ്രവിക്കുന്നത് കൊണ്ടും ഓർമ്മശക്തി നഷ്ടപ്പെടുന്നതുകൊണ്ടും ഒക്കെയുള്ള കാരണങ്ങളുകൊണ്ട് അപസ്മാര രോഗം വരാം. അപ്പോൾ അതിൻ്റെ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പലപ്പോഴും മരുന്ന് കൊണ്ടോ ശസ്ത്രക്രിയ കൊണ്ടോ അതിനെ ചികിത്സിക്കാറുണ്ട്. പക്ഷേ ഒരു 70% വ്യക്തികളിലും ഇതിന് പ്രത്യേകിച്ച് കാരണങ്ങൾ കാണണമെന്നില്ല. ഒരു കാരണമില്ലാതെ നമ്മൾ സാധാരണ ചെയ്യുന്ന EEG ടെസ്റ്റ് ഉണ്ട്, അത് നോർമലായിരിക്കാം. തലച്ചോറിന് ചെയ്യുന്ന CT സ്കാൻ പോട്ടെ, MRI സ്കാൻ ചെയ്താൽ പോലും അത് നോർമലായിരിക്കാം. അതിലും ഉപരിയായിട്ട്
പെറ്റ് സ്കാനുണ്ട്, അത് ചെയ്താലും ചിലപ്പോൾ അതും നോർമലായിരിക്കാം, എന്നാലും ഈ രോഗം വരാം. അപ്പോൾ രോഗലക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഒരു 70% ആളുകൾക്കും 60-70 ശതമാനം ആളുകൾക്ക് നമ്മൾ ചികിത്സ നൽകുന്നത്. ചികിത്സ ഇതിൻ്റെ പ്രത്യേകത മറ്റുള്ള ഏത് രോഗത്തെ അപേക്ഷിച്ച് ഇതിന് തുടർച്ചയായിട്ട് ചികിത്സ ആവശ്യം വരുന്ന ഒരു രോഗമാണ്. രക്തസമ്മർദ്ദത്തിനും ഹൃദയാഘാതം വന്നവരിലും പ്രമേഹ രോഗത്തിനും ഒക്കെ തുടർന്ന് ചികിത്സ നൽകേണ്ടത് ആവശ്യം തന്നെയാണ്. പക്ഷെ അതിനുപരിയായിട്ട് കൃത്യനിഷ്ഠയോടുകൂടി മരുന്നെടുക്കേണ്ടത് ഈ രോഗത്തിന് തന്നെയാണ്. ഇതിനുള്ള മരുന്നുകൾ പണ്ടത്തെക്കാളുമൊക്കെ നമുക്കിപ്പോൾ വളരെ വളരെ മരുന്നുകൾ ലഭ്യമാണ്. ഏകദേശം 25-ൽ പരം വളരെ എഫക്റ്റീവായിട്ടുള്ള മരുന്നുകൾ, പാർശ്വഫലങ്ങളില്ലാത്ത മരുന്നുകൾ, തുടർച്ചയായിട്ട് കഴിക്കാവുന്ന മരുന്നുകൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അതിൽ നിന്നും ഒന്ന് നമുക്ക് തിരഞ്ഞെടുക്കുകയും അത് നിയന്ത്രിക്കുകയും ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ ചോദ്യം, ഇത് നമുക്ക് എപ്പോഴും നിർത്താം? ഈ മരുന്ന് തുടങ്ങുന്നത് തന്നെ ഒരു ചോദ്യമാണ്. ആരിൽ എപ്പോഴും നമ്മൾ ഈ മരുന്ന് തുടങ്ങണം? ആദ്യം ഒരു പ്രാവശ്യം മാത്രം ഇതുപോലെ അപസ്മാരം വന്നാൽ നമ്മൾ മരുന്ന് തുടങ്ങണം, അല്ല ഒന്നിൽ കൂടുതൽ വന്നാൽ തുടങ്ങണം? ഇതൊക്കെ പല പല ഘടകങ്ങളും കണക്കിലെടുത്ത് വേണം നമുക്ക് മരുന്ന് തുടങ്ങാൻ. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എപ്പോഴും നമുക്ക് നിർത്താം എന്നുള്ളത്, അതും വലിയൊരു ചോദ്യചിഹ്നമാണ്. പ്രത്യേകിച്ചും കുട്ടികളിൽ, പ്രായമായ പെൺകുട്ടികളിൽ ഈ രോഗം നമുക്ക് എപ്പോഴും, ഈ രോഗത്തിൻ്റെ മരുന്ന് എപ്പോഴും നമുക്ക് നിർത്താം എന്നുള്ളത് എപ്പോഴും രക്ഷകർത്താക്കൾ, മാതാപിതാക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സാധാരണഗതിയിൽ 5 വർഷം വരെയെങ്കിലും തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കണം. 2 വർഷമെങ്കിലും ഈ രോഗം വരാതിരുന്നാൽ ഈ മരുന്ന് നിർത്താവോ എന്നുള്ളതിനെ പറ്റി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അവിടെയും തന്നെ 5 വർഷം കഴിക്കുന്നു, 2 വർഷം രോഗം വന്നിട്ടേ ഇല്ല, പിന്നെ ആ സമയത്ത് നമ്മൾ വീണ്ടും സ്കാൻ ചെയ്യുന്നു, EEG ടെസ്റ്റ് ചെയ്യുന്നു, ഇത് രണ്ടും നോർമലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മരുന്നിനെ നിർത്തിനെ പറ്റി നമുക്ക് ആലോചിച്ച് തുടങ്ങാം. പക്ഷേ ഇതെല്ലാം കണക്കിലെടുത്ത് മരുന്ന് നിർത്തിയാലും പിന്നെ നമ്മൾ കാണുന്നത് ഒരു 20% ആളുകളിൽ ഇത് വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിർത്തണോ നിർത്തണ്ടയോ എന്നുള്ളൊരു വലിയൊരു ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷെ പലപ്പോഴും രോഗിയുടെയും ബന്ധുക്കളുടെയും താല്പര്യം കൂടെ കണക്കിലെടുത്ത് ചിലപ്പോൾ നമുക്ക് നിർത്താനുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും. കാരണം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലരും പറയാറുണ്ട്, അതുകൊണ്ട് ക്ഷീണം തോന്നുന്നുണ്ട്, നമുക്ക് ശ്രദ്ധ കുറയുന്നുണ്ട്, ജോലി ചെയ്യാനുള്ള ഉത്സാഹക്കുറവുണ്ടാകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അവരൊക്കെ മരുന്ന് നിർത്തി വീണ്ടും വന്നാലും കുഴപ്പമില്ല, നമുക്ക് ഏതായാലും മരുന്ന് നിർത്തി നോക്കാം എന്ന് ദൃഢമായിട്ട് വിശ്വസിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിറവേറ്റുകയാണെങ്കിൽ നമുക്ക് മരുന്ന് നിർത്തുന്നതിനെ പറ്റി തീർച്ചയായിട്ടും ആലോചിക്കാവുന്നതാണ്. വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ വാഹനം ഓടിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഈ മെഷീനുമായിട്ടൊക്കെ പണി ചെയ്യുന്നവർ, അല്ലെങ്കിൽ കടലിൽ പോകുന്നവർ, ഇവരൊക്കെ ഒന്നും വരാതിരിക്കുന്നവർ ഈ നിർത്തിക്കഴിയുമ്പോൾ വരികയാണെങ്കിൽ, ഈ സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ അത് വളരെയേറെ ഗൗരവമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ കണക്കിലെടുത്തിട്ട് വേണം നിർത്താൻ. പിന്നെ ഈ അപസ്മാര രോഗമുള്ള കുറേ വ്യക്തികൾക്കെങ്കിലും മാനസികമായിട്ടുള്ള രോഗത്തിൻ്റെ ലാഞ്ചനകൾ കാണും. സൈക്കോസിൻ്റെയോ അല്ലെ വിഷാദ രോഗത്തിൻ്റെയോ ഇതുപോലുള്ള രോഗത്തിൻ്റെ. അപ്പോൾ ഈ മരുന്നുകൾ തന്നെ ആ രോഗത്തിനും ഫലപ്രദമാണ്, പല മരുന്നുകളും അപസ്മാര രോഗത്തിനോട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളിൽ നമ്മളിത് പെട്ടെന്ന് നിർത്തിക്കഴിയുമ്പോൾ അപസ്മാര രോഗം നിയന്ത്രണം കിട്ടും, പക്ഷേ മാനസികമായിട്ടുള്ള പല പിരിമുറുക്കവും മറ്റുള്ള രോഗങ്ങളും പ്രത്യക്ഷപ്പെടുകയോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ അവിടെയും ഇതും നമ്മൾ കണക്കിലെടുത്തിട്ട് വേണം മരുന്ന് നിർത്തണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം എടുക്കേണ്ടത്. അതുമാത്രമല്ല, ഇത്രയും നാൾ കഴിഞ്ഞിട്ട് പിന്നെയും അംഗവൈകല്യങ്ങളുള്ള ഒരു കുട്ടിക്കാണ് അപസ്മാര രോഗം വരുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ആലോചിച്ചിട്ട് വേണം മരുന്ന് നിർത്താൻ. അല്ലെങ്കിൽ EEG ചെയ്യുമ്പോൾ അതിൽ അപസ്മാര രോഗമില്ല, പക്ഷേ EEGയിൽ അതിൻ്റെ ലാഞ്ചനയുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആലോചിച്ചിട്ട് വേണം മരുന്ന് നിർത്താൻ. അപ്പോൾ ഇതുപോലുള്ള പല ഘടകങ്ങളും നമ്മൾ ആലോചിച്ച് മരുന്ന് നമുക്ക് നിർത്താവുന്നതാണ്. നിർത്തുന്നത് പെട്ടെന്ന് അങ്ങ് ഒരു ദിവസം നിർത്തുകയാണോ അതല്ല ക്രമേണ നിർത്തുകയാണോ വേണ്ടത് എന്നുള്ളത്. പലപ്പോഴും നമ്മൾ കാണുന്നത് പെട്ടെന്ന് നിർത്തുന്നതിനേക്കാളും പല പ്രാവശ്യമായിട്ട് മരുന്നിൻ്റെ ഡോസ് അളവ് കുറച്ച്
പിന്നെ നിർത്തുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ നിർത്തിക്കഴിയുമ്പോൾ ഇത് വരാനുള്ള സാധ്യത ആദ്യത്തെ 6 മാസവും പിന്നെ ആദ്യത്തെ 2 വർഷവുമാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ക്രമേണ മരുന്ന് നിർത്തുകയാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും വരാതിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പൊതുവേ ഇത് നമുക്ക് ചികിത്സിച്ച് 85% ചികിത്സിച്ച് പൂർണ്ണമായിട്ടും മാറ്റാവുന്നതാണ്, മരുന്ന് നിർത്താവുന്ന രോഗമാണ്. പക്ഷേ ഈ പറയുന്ന ഘടകങ്ങളെല്ലാം കണക്കിലെടുത്ത് ഒരു 5 വർഷം കഴിയുമ്പോൾ നമുക്ക് നിർത്താനുള്ള ഒരു ശ്രമം തുടങ്ങാവുന്നതാണ് ഈ രോഗത്തിനെ സംബന്ധിച്ചോ. ശ്രീലക്ഷ്മി, എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്താ പറയുക, ഭയങ്കര ജാടയാണ്, റിസർവ്ഡ് ആണ്, ആരോടത്തും അങ്ങനെ ഒരുപാട് മിണ്ടാൻ തോന്നില്ല. ഒരു പക്ക പിശുക്കൻ നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അപ്പോൾ അയാൾ ഒരു ദിവസം എന്താ പറയുക പെട്ടെന്ന് തന്നെ ആൾ മാറി, എല്ലാവരോടും നല്ല സോഷ്യലായിട്ട് എല്ലാവരോടും സംസാരിക്കുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നി, അവനാണോ ഇപ്പോൾ വന്ന് നിന്ന് എല്ലാവരും. അപ്പോൾ ഞാനോട് ചോദിച്ചു എന്താണ് നിന്റെ ഈ മാറ്റത്തിന് കാരണമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവൻ ഒരു നോവൽ വായിച്ചു. അത് ചാൾസ് ഡിക്കൻസിന്റെ ഒരു നോവലാണ് ദ ക്രിസ്മസ് കരോൾ. അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു ആശയം എന്തെന്ന് വെച്ചാൽ ഒരു പിശുക്കനായ ഒരു വ്യക്തി അതിൻ്റെ അവസാനം ഒരു നല്ലൊരു മനുഷ്യനായി മാറിത്തീരുന്നു. അപ്പോൾ ആ ഒരു നോവൽ അവന്റെ ജീവിതത്തെ തന്നെ ഒരുപാട് ബാധിച്ചു. അരവിന്ദ് പറഞ്ഞ പോലെ തന്നെ ഒരു സാധാരണ ഒരാളുടെ സ്വഭാവം മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അത് ആര് പറയാനും ശരി, സ്വന്തമായിട്ടത് മാറാൻ ശ്രമിക്കുക അല്ലാതെ മാറാൻ അത്ര എളുപ്പമുള്ള കാര്യം. പക്ഷേ ചാൾസ് ഡിക്കൻസ് പോലുള്ള ഒരു മഹാനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ്റെ ഒരു നോവൽ കണ്ടിട്ട് ആ ഒരു ക്യാരക്ടർ മാറണമെങ്കിൽ അത്രത്തോളം ആ ഒരു വരികളുടെയും അല്ലെങ്കിൽ ആ ഒരു കഥയുടെയും ആ ഒരു ഊഷ്മളത തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ ആ ഒരു മാറ്റത്തിന് കാരണമെന്ന് പറയണം, അല്ലേ? തീർച്ചയായും. ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ആ കഥയിലെ ആശയങ്ങളൊക്കെ പലരുടെ ജീവിതങ്ങളിലും പലപ്പോഴും എന്താ പറയുക ഒരു വഴിത്തിരിവായി തിരികെ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രചോദനമായി മാറാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരുടെ വ്യക്തി ജീവിതങ്ങൾക്ക് ഒരുപാട് ഉണർവ് നൽകുന്ന ഒരു സെഗ്മെന്റ് ആണ് ഇനി വരാൻ പോകുന്നത്. തീർച്ചയായും നമുക്ക് കാണാം പ്രവീൺ പരമേശ്വർ അവതരിപ്പിക്കുന്ന വഴിത്തിരിവ്. മിടുക്കനായ ഒരു സൈക്കോളജി അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്ത ഒരു പാഠം, അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ക്ലാസ്സിലേക്ക് വന്ന അധ്യാപകൻ എല്ലാ വിദ്യാർത്ഥികളുടെ കയ്യിലേക്കും ഒരു ഷീറ്റ് പേപ്പർ കൊടുത്തു. ആ പേപ്പറിന്റെ ഭാരം എന്താണെന്ന് നമുക്ക് ഊഹിക്കുവാൻ കഴിയുമല്ലോ. വളരെ ലൈറ്റാണ്. എത്ര ഭാരം അതിനുണ്ടെന്ന് കൃത്യമായി അളക്കുവാൻ പോലും കഴിയാത്ത രീതിയിൽ ലൈറ്റാണ് ഒരു ഷീറ്റ് പേപ്പറിന്റെ ഭാരം. ഈ പേപ്പർ എല്ലാവരും വലതു കൈയിലേക്ക് പിടിക്കാൻ പറഞ്ഞു അധ്യാപകൻ. എല്ലാ വിദ്യാർത്ഥികളും പറഞ്ഞതുപോലെ തന്നെ ആ പേപ്പർ വലതു കൈയിലേക്ക് പിടിച്ചു. അതിനുശേഷം കൈ ഇങ്ങനെ മുന്നിലേക്ക് നീട്ടിപ്പിടിക്കാൻ പറഞ്ഞു. ആ പേപ്പർ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ കൈ മുന്നിലേക്ക് നീട്ടിപ്പിടിക്കാൻ പറഞ്ഞു. എല്ലാ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അതുപോലെ തന്നെ അനുസരിക്കുകയും ചെയ്തു. അതിനുശേഷം അധ്യാപകൻ ചോദിച്ചു, ഇപ്പോ കൈക്ക് വേദനയുണ്ടോ? ഇപ്പൊ എല്ലാവരും ചിരിച്ചു. ഒരു ചെറിയ ഷീറ്റ് പേപ്പർ കയ്യിൽ പിടിച്ചതിന് ശേഷം കൈക്ക് വേദനയുണ്ടോ എന്ന് അധ്യാപകൻ ചോദിക്കുന്നതിൽ അത് കളിയാക്കുന്നതാണോ? അപ്പൊ എല്ലാവരും പറഞ്ഞു, ഇല്ല, ഒരു വേദനയുമില്ല. ശരി, അങ്ങനെ തന്നെ നിൽക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അധ്യാപകൻ ചോദിച്ചു, കൈക്ക് വേദനയുണ്ടോ? അപ്പൊ ഇവര് പറഞ്ഞു, ഇല്ല, വേദനയൊന്നുമില്ല. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അധ്യാപകൻ ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട്, കൈക്ക് വേദനയുണ്ടോ? അപ്പൊ പറഞ്ഞു, വേദനയില്ല, പക്ഷെ ചെറിയ രീതിയിൽ ഷോൾഡറൊക്കെ ഒന്ന് കഴയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഷോൾഡറൊക്കെ ഒന്ന് ചെറിയൊരു തരിപ്പ് തുടങ്ങിയിട്ടുണ്ട്. ശരി, അങ്ങനെ തന്നെ നിന്നോളൂ എന്ന് പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കുട്ടികൾ പരസ്പരം നോക്കി തുടങ്ങി. കാരണം ഒരേ രീതിയിൽ കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് പേപ്പറുമായിട്ട് നിൽക്കുകയാണ് എല്ലാവരും പരസ്പരം നോക്കി തുടങ്ങി. എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ക്ലാസ്സിൽ അന്ന് ഒന്നും തന്നെ പഠിപ്പിച്ചിട്ടില്ല. അധ്യാപകൻ വെറുതെ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് സമയം വീണ്ടും മുന്നോട്ട് പോയി. ഇനി 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ ക്ലാസ് അവസാനിക്കുവാൻ. അധ്യാപകൻ ചോദിച്ചു, ഇപ്പോ എങ്ങനെയുണ്ട്? എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾ ക്ഷീണിച്ചു കഴിഞ്ഞിരിക്കുന്നു, ശരീരം മുഴുവനും വേദനിക്കുന്നു, കൈ കാര്യമായി വേദനിക്കുന്നു, ഷോൾഡർ മുതൽ റെസ്റ്റിലൂടെ വിരലുകളെല്ലാം തന്നെ വേദനിക്കുകയാണ്. 2 വിരലുകളിലാണ് അവർ പേപ്പർ പിടിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ വിരലിൽ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയ പേപ്പറിനപ്പുറം ഒരു പാറ എടുത്തു വെച്ചാൽ എന്നുള്ളതുപോലുള്ള ഭാരം അവർ ഓരോരുത്തരും അനുഭവിക്കുകയാണ്. അവിടെ അധ്യാപകൻ ചോദിച്ചു, ആദ്യം ആ പേപ്പറിൽ നിങ്ങൾക്ക് വെയിറ്റ് തോന്നിയില്ലല്ലോ, ഇപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ ഇത്രമാത്രം ഡിസ്റ്റർബ്ഡ് ആവുന്നു? അപ്പൊ അവർ പറഞ്ഞു, അത് പേപ്പറിന്റെ വെയിറ്റ് മാത്രമല്ല, മറിച്ച് ഇത്രയും നേരം നമ്മളത് താങ്ങി നിന്നതിൻ്റെ കൂടെ വേദനയാണ് ഞങ്ങൾക്കുണ്ടാകുന്നത്. അവിടെ ഒരു പക്ഷേ നമ്മൾ എല്ലാവരും മനസ്സിൽ കരുതിയിരിക്കേണ്ട, ചിന്തിച്ചിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ് അധ്യാപകൻ കുട്ടികൾക്ക് കൊടുത്തത്. അദ്ദേഹം പറഞ്ഞു, ഇതുപോലെയാണ് നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ, ഇതുപോലെയാണ് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന മോശപ്പെട്ട ചിന്തകൾ. ഇതെല്ലാം വളരെ ചെറിയ ചിന്തകളായിരിക്കും, ചെറിയ വിഷമങ്ങളായിരിക്കും. പക്ഷേ കൂടുതൽ കാലം അത് നമ്മൾ മനസ്സിൽ പേറി നടക്കും തോറും, മനസ്സിൽ അതിനെ കയറ്റി ഇരുത്തും തോറും അതിൻ്റെ ഭാരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും.
അത് മനസ്സിനെ വല്ലാതെ ബാധിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ശരീരത്തിനെ മുഴുവനും കാർന്നു തിന്നുന്ന ഒന്നായിട്ട് അത് മാറും. അതുകൊണ്ട് തന്നെ ഏത് ചെറിയ വിഷമമായാലും, ഏത് ചെറിയ നെഗറ്റീവ് ചിന്തയായാലും അത് വരാതിരിക്കുന്നതിൽ ഒരുപക്ഷെ നമുക്ക് തടയിടുവാൻ കഴിഞ്ഞു എന്ന് വരില്ല. അത് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അതിനെ മനസ്സിൽ നിന്ന് മാറ്റുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അത് ഒരുപക്ഷെ ഏതെങ്കിലും ഒരാളോടുള്ള നെഗറ്റീവ് ചിന്ത പോലും ആകാം, ദേഷ്യവുമാകാം. വന്ന് പെട്ടെന്ന് പോകുന്നതിനപ്പുറം അത് മനസ്സിൽ കരുതി വെക്കുവാൻ ശ്രമിച്ചാൽ, ദേഷ്യമാകട്ടെ, പകയാകട്ടെ, അസൂയയാകട്ടെ, മറ്റ് വിഷയങ്ങളിലുണ്ടാകുന്ന വിഷമമാകട്ടെ, ഇങ്ങനെ ഏത് നെഗറ്റീവ് ചിന്താഗതിയും മനസ്സിൽ കരുതി വെച്ചുകൊണ്ടിരുന്നാൽ ഏത് ചെറിയ ചിന്താഗതിയും വല്ലാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും അതിലൂടെ ജീവിതത്തിനെയും ബാധിക്കുന്ന ഒന്നായി മാറും. മനസ്സിലെ എല്ലാ വിഷമങ്ങളെയും നെഗറ്റീവ്സിനെയും പടിയിറക്കി വിടുക, ഏറ്റവും പോസിറ്റീവായിട്ട് ജീവിതത്തിനെ കണ്ട് മുന്നോട്ട് പോവുക. ഇന്നത്തെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടുള്ള ലെഗ് സ്വിംഗർ ആയിട്ടുള്ള അനിൽ കുംബ്ലെ ഒരു ഇന്നിംഗ്സിൽ 10 വിക്കറ്റ് നേടി 2ാമത്തെ ബൗളറായി. ആ ദിവസമാണ് ഇന്ന്. അതോടൊപ്പം തന്നെ ലോക നിലവാരത്തിൽ 3ാം സ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ഒരു ക്രിക്കറ്റ് കളിക്കാരൻ എന്നൊരു 3ാം സ്ഥാനം കൂടി അനിൽ കുംബ്ലെക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ചാൾസ് ഡിക്കൻസിനും നമ്മുടെ അനിൽ കുംബ്ലെക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കണം അല്ലേ? തീർച്ചയായിട്ടും. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാമെന്നൊരു ശുഭപ്രതീക്ഷയോടുകൂടി നന്ദി, നമസ്കാരം.